ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ വന്ന് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ള മഹാറാലിയൊക്കെ നടത്തി ശോഭാ സുരേന്ദ്രനും വേണ്ടി വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ മണ്ഡലമാണ് പാലക്കാട്. പക്ഷെ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് ഇന്നലെ വന്നിരിക്കുന്ന ഒരു മനോരമ സി ന്യൂസിന്റെ സർവേയിൽ കിടക്കുന്നത് പാലക്കാട് കനത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. കോൺഗ്രസിന്റെ രമേഷ് പിഷാരടിയും BJPയുടെ ശോഭാ സുരേന്ദ്രനും LDFിലെ NMR റസാഖുമാണ് അവിടെ മത്സരിക്കുന്നത്. അതിൽ സിറ്റിംഗ് MLA രാഹുൽ മാങ്കുട്ടത്തിലുണ്ടായ വിവാദങ്ങളെല്ലാം മറികടന്ന് UDF സീറ്റ് നിലനിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞിരുന്നത് ശോഭാ സുരേന്ദ്രന് വലിയ അപ്പർ ഹാൻഡ് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഗ്രാജുവലായി രമേഷ് പിഷാരടിക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ 3959 വോട്ടിനാണ്, 4000 താഴെ വോട്ടിനാണ് ഈ ശ്രീധരനോട് ജയിച്ചത്. പക്ഷേ ഈ ശ്രീധരൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മുസ്ലിം ബെൽറ്റ് എണ്ണുന്നത് വരെ ഈ ശ്രീധരനായിരുന്നു മുന്നിൽ. പക്ഷെ മുസ്ലിം ബെൽറ്റ് എണ്ണി തുടങ്ങിയപ്പോഴാണ് ശ്രീധരൻ പിറകിലേക്ക് പോയത്. എന്തായാലും പക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുട്ടത്തിന് 18,724 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ആ 18,724 19,000-ഓളം വരുന്ന വോട്ടിനെ മറികടന്നാൽ മാത്രമേ ശോഭാ സുരേന്ദ്രന് പോകാൻ കഴിയുകയുള്ളൂ. അവിടെ ഒരു പ്രശ്നമുള്ളത്, വർഗീയതക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾക്കേറെ തീരുമാനിച്ചാൽ കുഴഞ്ഞു പോകും. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ വനിതയാണ്, പുരുഷന്മാർക്ക് വോട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും ഒക്കെ തീരുമാനിച്ചാൽ അതും കുഴഞ്ഞു പോകും. പിന്നെ അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ അവിടെ വരുന്നുണ്ട്. അവിടെ ശോഭാ സുരേന്ദ്രനായിരുന്നു ഒരു അപ്പർ ഹാൻഡ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ തോതിലാണ് അവിടെ രമേഷ് പിഷാരടി മുന്നിൽ നിൽക്കുന്നത്. രമേഷ് പിഷാരടിക്ക് അതിനനുകൂലമായ ചില കാര്യങ്ങൾ കിട്ടിയിരുന്നു. കോമാളി എന്ന വിളിയും ഈ തോമസ് ഐസക്കിന്റെ കോമാളി പ്രയോഗവും, ആ പ്രയോഗത്തിൽ രമേഷ് പിഷാരടിയുടെ മറുപടിയുമൊക്കെ വളരെ പക്വതയുള്ള മറുപടിയോടുകൂടി അത് രമേഷ് പിഷാരടിയുടെ ഗ്രാഫ് കുറച്ചുകൂടി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ UDF പിടിച്ചാലും അത്ഭുതമില്ല. ഞങ്ങൾ തന്നെ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ശോഭാ സുരേന്ദ്രൻ BJP പിടിക്കും പാലക്കാട്. പക്ഷേ ട്രെൻഡുകൾ മാറി വരുന്നു. ഇനിയും സമയമുണ്ട്. അതായത് ഏപ്രിൽ മാസം 9-ാം തീയതി 5 മണി വരെ സമയമുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അത് ഏപ്രിൽ മാസം 9-ാം തീയതി രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങിയാൽ വൈകുന്നേരം 5 മണി വരെ 6 മണി വരെ സമയമുണ്ട് ആളുകളുടെ ട്രെൻഡ് മാറാൻ. കാരണം തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്, ഓരോ നിമിഷവും ഓരോ വാർത്ത. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിൽ നിൽക്കുമ്പോഴായിരിക്കും വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്, ഒരു നെഗറ്റീവായ മെസ്സേജ് വന്നാൽ അതും സ്വാധീനിക്കും വോട്ടർമാരെന്ന് പറഞ്ഞാൽ കുറച്ച് പേർ, 5 മുതൽ 10% ആളുകൾ അതിവൈകാരികമായി ചിന്തിക്കുകയും അതിവൈകാരികമായി വോട്ട് ചെയ്യുകയും വളരെ പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അല്ലാതെ അവർ കൃത്യമായി ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുക, കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുക, RSS BJPക്കാരാണെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുക. ഒരു പാറ്റേൺ ഉണ്ട്, നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. പക്ഷെ അതെല്ലാം മാറി ഒരു 5 മുതൽ 10% വരെ ആളുകളാണ് എന്നും കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരും തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്നതാവട്ടെ തെക്കോട്ടുള്ള മണ്ഡലങ്ങളിലാണ് കൂടുതൽ. മധ്യ കേരളത്തിലും തെക്കോട്ടുള്ള മണ്ഡലങ്ങളിലാണ്. കാരണം വടക്കൻ കേരളത്തിൽ പാർട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കും. പക്ഷെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഈ വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. ഞാനത് പറയാനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ പാലക്കാട്, തൃശ്ശൂർ കുറച്ചുകൂടി സേഫ് സോണിലാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ നിൽക്കുന്നത്. പക്ഷെ പത്മജ വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ശോഭാ സുരേന്ദ്രനാണ് സീനിയർ നേതാവ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ശോഭാ സുരേന്ദ്രന്റെ ഗ്രാഫ് ഇപ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് അവിടെ മത്സരം മാറിയിട്ടുണ്ട്. ആ മത്സരത്തിൽ രമേഷ് പിഷാരടി ജയിച്ചാലും അത്ഭുതമില്ല എന്നാണ് പുതിയ സർവേകൾ വരുന്നത്. അപ്പോൾ പിന്നെ കട്ടയ്ക്ക് കട്ട, നെക്ക് നെക്ക്, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ ചില മണ്ഡലങ്ങൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാല ഇങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അതിശക്തമായ മണ്ഡലമായി. ഇപ്പൊ പ്രശാന്ത് പറയുന്നത് UDF പ്രശാന്തും BJPയും തമ്മിലുള്ള മത്സരം UDF പിക്ചറിലില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതുപോലെ ഓരോ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിയാണ് വരുന്നത്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു കണക്കെടുത്താൽ അവിടെ കോൺഗ്രസിന് വലിയ അപ്പർ ഹാൻഡ് ഉണ്ട്. ഇനി BJPയുടെ തടസ്സങ്ങൾ വരാൻ പോകുന്നത് അവരുടെ ആഭ്യന്തര കലാപം. ചെറിയ പ്രശാന്ത് ശിവൻ അടക്കം സീറ്റ് കിട്ടാത്തതിന്റെ കലിപ്പ്. പ്രശാന്ത് ശിവൻ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം, പക്ഷെ കൂടെ നിൽക്കുന്നവരും ചെയ്യില്ല. പക്ഷെ അവന്റെ അനുഭാവികളായിട്ടുള്ള ആരെങ്കിലും പോയി മറിച്ച് വോട്ട് ചെയ്യുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്താലൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം രാഷ്ട്രീയം എപ്പോഴും വ്യക്തി അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിലേക്ക് മാറിക്കഴിഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുന്നവരും കുറച്ച് പേർ അവിടെ ഉണ്ട്, അവരെ എതിർക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ രമേഷ് പിഷാരടിയുടെ സിനിമാ ലോകത്തുള്ള ഒരു സാധ്യതയും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ജയിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം മുകേഷ് ഇവിടെ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്, ഇന്നസെന്റ് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്, ഗണേഷ് കുമാർ 2 സ്ഥലത്ത് നിന്നും UDF LDF നിന്ന് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിനിമാ നടന്മാരെ ഉൾക്കൊള്ളാത്തൊരു സമൂഹമൊന്നും അല്ല നമ്മൾ. പക്ഷെ എങ്ങനെയാണ് പാലക്കാട് വരിക എന്നറിയില്ല. എന്തായാലും രമേഷ് പിഷാരടി ജയിച്ചാലും അത്ഭുതമില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കട്ടയ്ക്ക് കട്ട, ഒപ്പത്തിനൊപ്പം 2 കൂട്ടരും, ശോഭാ സുരേന്ദ്രനും രമേഷ് പിഷാരടിയും. അതേസമയം ആര് ജയിക്കും എന്നുള്ളതൊരു തർക്കത്തിൽ നിൽക്കുകയാണ്. NMR റിസാക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പെയ്ഡ് കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിന് ഒന്നും അവിടെ ചെയ്യാനില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി വലിയ അത്ഭുതം സംഭവിച്ചാൽ, വലിയ അട്ടിമറി നടന്നാൽ മാത്രമേ LDF ജയിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ BJPയും CPM തമ്മിൽ ഡീലുണ്ടെന്നൊക്കെ പറഞ്ഞാലും പാലക്കാട് ആ ഡീൽ നടക്കാൻ സാധ്യതയില്ല. അങ്ങനെ പാലക്കാട് ഡീൽ നടന്നാലും അത് ശോഭാ സുരേന്ദ്രന് അനുകൂലമായ ഡീലായിരിക്കും നടക്കുന്നത്. കാരണം BJP ഒരു 5 സീറ്റെങ്കിലും ഇങ്ങോട്ട് കിട്ടാതെ ബാക്കി സീറ്റുകളിൽ 135 സീറ്റുകളിൽ CPMന് സപ്പോർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ 5 സീറ്റ് ഇങ്ങോട്ട് കിട്ടാതെ 130 സീറ്റുകളിൽ UDFന് സപ്പോർട്ട് ചെയ്യൂ. അപ്പൊ ആരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലൊക്കെ വന്നാലും ചെറിയ എല്ലാ കൂട്ടരും ഇത് വരാം. അതുകൊണ്ട് പാലക്കാടിൽ ഡീലിന്റെ പ്രശ്നമില്ല. പക്ഷേ അതേസമയം വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം പിന്നെ രമേഷ് പിഷാരടിയുടെ പിന്നിൽ നിൽക്കുകയും ഹിന്ദു കമ്മ്യൂണിറ്റി മൂന്നായി മാറുകയും ചെയ്താൽ, കുറച്ച് LDFകാർ കാര്യം 3 ആകാൻ സാധ്യത, LDFകാർ സ്ഥിരം LDFകാർക്കേ വോട്ട് ചെയ്യത്തുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ 2ആയി മാറിയാൽ അതിൽ നിന്നൊരു ഭാഗം പിടിച്ചു വേണം ശോഭാ സുരേന്ദ്രന് ജയിക്കാൻ. അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് റിസൾട്ട് വന്നാൽ മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ മാറി മറിയുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും, ഞാൻ പറഞ്ഞ ഓരോ ആഴ്ച കഴിയുന്തോറും, ഓരോ പരിപാടി കഴിയുന്തോറും, ഇപ്പൊ മോദി വന്നതിന് ശേഷം മറ്റൊരു വൈബ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നടന്മാരോ മറ്റാരെങ്കിലും ഒക്കെ വന്നാൽ വീണ്ടും വൈബ് മാറാം. അപ്പൊ ഇതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം. ഇപ്പോൾ പാലക്കാട് ഇപ്പോഴും നിൽക്കുന്നത് ഒരു രമേഷ് പിഷാരടിയുടെ ഒരു അപ്പർ ഹാൻഡാണ്. ബാക്കി എന്ത് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.